ഹായ് ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കടലക്കറി വെക്കാനായിട്ടാണ്. ഇത് ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കുക്കറിലോട്ടിട്ട് ഒരു 2-3 വിസിലടിപ്പിച്ചേക്കാം. അപ്പോൾ നല്ല പോലൊക്കെ വെന്ത് കിട്ടും. എന്നിട്ടൊരു നല്ല കടലക്കറി തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നല്ല ഒരു ഐറ്റമാണ് കടലക്കറി. പാലപ്പം, വെള്ളപ്പം, ദോശ, എല്ലാത്തിനും നല്ല ഒരു ഒഴിച്ചുകൂടാൻ കഴിയാത്ത നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്കിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ശകലം മുളക് പൊടി ഒക്കെ ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതി കേട്ടോ. പിന്നീട് നമുക്ക് കറി വെക്കാൻ നേരത്ത് അതിൻ്റെ പാകത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ട് കൊടുത്താൽ കടലയിലോട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇതടച്ച് വെച്ച് നമുക്ക് നല്ലപോലൊക്കെ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ അടിക്കട്ടെ. ഇപ്പോൾ കടല ഇവിടെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നു കഴിയുമ്പോഴത്തേന് നല്ലപോലൊക്കെ ഇത് വെന്ത് കിട്ടും. കടല നല്ലപോലൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ ശരിക്കുള്ള രുചി കിട്ടത്തില്ല. അപ്പോൾ നല്ലപോലൊക്കെ കടല വേകണം. അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേകാനായിട്ട് വെച്ച കടല നല്ലൊരു വിസിലൊക്കെ വന്ന് ഇരിപ്പുണ്ട്. നല്ലപോലൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഇടാൻ ഒരു 2 ചെറിയ പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ നമ്മൾ കടലയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. കടല സ്വന്തം വെക്കുന്നതും പൊട്ടറ്റോയും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയായിരിക്കും. അതുപോലെ തന്നെ 2 ചെറിയ തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പിന്നെ നമുക്ക് മസാലപ്പൊടികളാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? വഴറ്റി ചേർക്കണം. അതിനുശേഷം ഒരു ശകലം തേങ്ങ കൊത്തായിട്ട് വഴറ്റി അങ്ങനെ വേണമെങ്കിൽ ഇടാം. അതല്ല കുറച്ച് തേങ്ങ വറുത്തരയ്ക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഒരു ശകലം തേങ്ങ വറുത്ത് അരയ്ക്കാനായിട്ടാണ് പോകുന്നത് നമ്മുടെ കടലക്കറിക്ക്. അപ്പോൾ കുറച്ച് കടല എന്ത് ചെയ്യണം, നമ്മളെടുത്ത് തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഈ വെന്തിരിക്കുന്ന കടലയിൽ ഒരു 2-3 സ്പൂണ് കടലയും കൂടെ ആ വറുത്തരയ്ക്കുന്ന തേങ്ങയ്ക്കുള്ളിലേക്ക് ഇട്ട് നല്ലപോലെ കരച്ചെടുക്കുക. അപ്പം നല്ല ഒരു അത്യാവശ്യം ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും, ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളി, ഒരു 3-4 ചെറിയ വെളുത്തുള്ളി ഇടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ കടലയ്ക്ക് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ പൊട്ടറ്റോയ്ക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ എന്താ പറയുക, വെളുത്തിരിക്കും. ഇപ്പോൾ ഒരല്പം കുറച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക.
ഒരു 3 സ്പൂണ് തേങ്ങാ തിരുവേത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കണം. ഒരു 1.5 സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുക. കടലക്കറിക്ക് പെരുംജീരകം നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, നല്ലപോലൊക്കെ ബ്രൗൺ നിറമാകുന്നിടം വരെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. പൊട്ടറ്റോ സവാളയൊക്കെ ഏറെക്കുറെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് പെരുംജീരകവും തേങ്ങ എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇതിലൊഴിച്ച് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. എല്ലാ വെളിച്ചെണ്ണ ഇല്ലാതെ വറുത്തെടുക്കുകയാണേലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവകാശം വറുത്തെടുത്താലും മതി. ഇവിടെ ടൊമാറ്റോ പൊട്ടറ്റോ എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കടലയിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഊരി വറക്കുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതങ്ങ് അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഉള്ള നമ്മൾ കറിവേപ്പില കുഞ്ഞുങ്ങൾ എടുത്ത് കളയാതെ അതിൻ്റെ പോഷകം അവരുടെ ശരീരത്തിൽ കിട്ടുകയും ചെയ്യും. ഒരു പ്രത്യേക എന്താ പറയുക ഫ്ലേവർ കറിവേപ്പിലയുടെ എടുത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതും കൂടെ ഒരുപാട് വേണ്ട, ഒരു തണ്ട് ഊരി ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ മൂപ്പിച്ചെടുത്ത് ഒന്നിച്ച് അരച്ചെടുക്കുക. തേങ്ങ ഏറെക്കുറെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നമ്മുടെ മീറ്റ് മസാല, ഒരു 1.5 സ്പൂണ് മീറ്റ് മസാലയുണ്ട്. ഒരു നുള്ള് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇത് 1 സ്പൂണ് കാശ്മീരി ചില്ലി സാദാ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. 1 സ്പൂണ് മുളക് പൊടിയുണ്ട്. ഇത് 1 സ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ലോയിലിടണം, നിർബന്ധമാണ്. ഈ പൊടി ഐറ്റംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഒരുപാട് വറക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂട് പിടിപ്പിച്ച് ആ തേങ്ങയുടെ ചൂടും ഇതെല്ലാം കൂടെ ആയിട്ട് ഒന്ന് ചൂട് പിടിപ്പിച്ച് ആ പച്ച മണം ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടിൽ കിടന്ന് ഇത് മൂത്ത് വെച്ചിട്ടുള്ളൂ. നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട്. കണ്ട നല്ല പോലൊക്കെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടഞ്ഞ് കിട്ടണം. നല്ല പോലൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ, ടൊമാറ്റോ, ഉള്ളി എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് അടപ്പയിലോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് തിളപ്പിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അപ്പോൾ ആ ചൂട് കൊണ്ട് ഇത് രണ്ടും വെന്തതായതുകൊണ്ട് ആ ഫ്ലെയിമിൽ കിടന്ന് ആവി കയറി ഇതെല്ലാം കൂടെ മിക്സാവും. ആ നേരം കൊണ്ട് നമ്മുടെ അരപ്പ് എന്ത് ചെയ്യുക, അരച്ചുകൊണ്ട് വന്നും എടുത്തൊഴിക്കാനായിട്ടും എളുപ്പവുമാണ്. ഓക്കെ, ഇതെല്ലാം കൂടി ഇനി നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിന് ഒരു 2 സ്പൂണ് കടലയും കൂടെ ഞാൻ എടുത്ത് ഈ അരപ്പ് തേങ്ങ വറുത്തതിൻ്റെ കൂടെ എടുത്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വേണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനാണ്. ഓക്കെ, ഇപ്പം നമുക്കിത് അരച്ച് കൊണ്ടുവരാം. ഇത് എല്ലാം കൂടി ടൊമാറ്റോയും കടലയും എല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ അടപ്പ് വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് ഇതുകൂടെ ആവി കയറട്ടെ. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കടലയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ആവശ്യത്തിന് റെഡിയാക്കി എല്ലാം മിക്സ് ചെയ്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലൊക്കെ അടച്ചു വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കടലക്കറിയിലേക്ക് ഒരു വറവിടണം. അപ്പം അതിനു വേണ്ടി 2 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, മല്ലിച്ചപ്പ്, ഇത് മൈസൂർ മല്ലിയാണ്, മല്ലിച്ചപ്പ് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, കടുക് ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കായപ്പൊടിയാണ്. ഒരല്പം കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നോക്കിക്കേ, നമ്മുടെ കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എനിക്ക് ഓരോരോ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഉത്സാഹവും പ്രേരണയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക, ചെയ്ത് നോക്കുക. നമ്മുടെ ജോളി റെജി സൂപ്പർ വ്ളോഗ് ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനൽ കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരോടും പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.